ഞരങ്ങുന്നു കുറുപ്രാവു പോൽ നിൻ സന്നിധി. വാനമേഘി കൊടിദൂതരുമായി അന്നു കാഹളം വാനിൽ ധ്വനിക്കുമ്പോൾ, വാനമേഘി കൊടിദൂതരുമായി അന്നു കാഹളം വാനിൽ ധ്വനിക്കുമ്പോൾ, ഇന്നിയും ചേർക്കണേ യേശുനാഥ, അങ്ങേ വരവിനായി എന്നെ ഒരുക്കണേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ലോകത്തിലെ യാതൊരു തിന്മശക്തികൾക്കും കീഴടക്കുവാൻ കഴിയാത്തതാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശം. കൊലോസ്യർ 3:1-4 വരെയുള്ള വാക്യങ്ങളിൽ ഉയർപ്പിൻ്റെ സന്ദേശം എന്താകുന്നു എന്ന് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. 1. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന സ്തെഫാനോസ് പറയുന്നത്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. പ്രവൃത്തി 7:56. 1 പത്രോസ് 3:22 വായിക്കുന്നത്, അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. സ്വർഗത്തിൽ കർത്താവിൻ്റെ വേല എന്താണ് എന്ന് റോമാലേഖനം 8:34 പറയുന്നുണ്ട്. ക്രിസ്തുയേശു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. നാം ഇന്നും പാപത്തിൽ കഴിയുന്നത് കൊണ്ടാണ് അവൻ പക്ഷപാതം ചെയ്യുന്നത്. അതായത് കാൽവരി മരണത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം ഇന്നും നമ്മിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് പിതാവിൻ്റെ മുൻപിൽ നമുക്കായി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശു കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ച വലിയ വെള്ളിയാഴ്ച ദുഃഖമല്ല, പിന്നെയോ സന്തോഷത്തിൻ്റെ ദിനമാണ്. അതുപോലെ ഉയർപ്പ് ദിനം സന്തോഷ ദിനമാകണമെങ്കിൽ നമ്മുടെ പാപത്തിൽ നിന്ന് നാം മോചനം പ്രാപിക്കണം. അതായത് ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകാതെ ഉയർപ്പിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയില്ല. ഈ ഭൂമിയിലുള്ള വ്യവസ്ഥിതികളോട് അനുരൂപരാകാതെ ഉയരത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവിനോട് അനുരൂപരാകണം. അതാ പൗലോസ് പറയുന്നത്. 2. ഉയർത്തെഴുന്നേറ്റ കർത്താവ് വിശ്വാസികളുടെ ജീവന് ആധാരമാണ്. അതായത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് ജീവൻ നൽകുന്നു. പൗലോസ് കർത്താവിന് നൽകിയിരിക്കുന്ന പേര് ജീവനായ ക്രിസ്തു എന്ന കൊലോസ്യർ 3:4. കർത്താവ് നൽകുന്ന ജീവൻ സമർത്ഥമായ ജീവനാണ്. ജീവൻ നൽകുന്ന കർത്താവിനെയാണ് വലിയ വെള്ളിയാഴ്ച ക്രൂശിൽ തറച്ചത്. ക്രൂശിൽ തറച്ച് കർത്താവിൻ്റെ ഉദ്ദേശം തകിടം മറിക്കാമെന്ന് സാത്താൻ കരുതി. എന്നാൽ 3-ാം ദിനം കർത്താവ് സാത്താൻ്റെ ഉദ്ദേശത്തെ തകർത്ത് ഉയർത്തെഴുന്നേറ്റു. കർത്താവ് പറയുന്നത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 11:25. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ജീവൻ ആധാരമാണ്. അതായത് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നവനെ മരണം കൊണ്ട് തടുക്കുവാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഒടുക്കത്തെ നാളിൽ അവൻ ജീവിച്ച് കർത്താവിനോടുകൂടെ ആയിത്തീരും. 3. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തേജസ്സിൽ വെളിപ്പെടും. കൊലോസ്യർ 3:4 വാക്യം. കാൽവറിയിൽ നിന്ന് ഉയർന്ന നിവൃത്തിയായി എന്ന ശബ്ദം കർത്താവിൻ്റെ 1-ാമത്തെ വരവിൻ്റെ പൂർത്തീകരണവും അതോടൊപ്പം അവൻ വീണ്ടും വരും എന്ന പ്രവചനങ്ങളുടെ നിവൃത്തിയും ആയിരിക്കും എന്നുള്ള ചിന്ത വലിയ വെള്ളിയാഴ്ച നമുക്ക് ലഭിച്ച ചിന്തയാണ്. അവൻ വീണ്ടും വരും എന്ന പ്രവചനങ്ങളുടെ നിവൃത്തിയെ സൂചിപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുന്നത്, നമ്മളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും എന്ന കൊലോസ്യർ 3:4 വാക്യം. ഓരോ വിശ്വാസികളുടെയും പ്രത്യാശയാണ് കർത്താവിൻ്റെ പുനരാഗമനം. വിശ്വാസികളുടെ പ്രതീക്ഷയുടെ പൂർത്തീകരണമാണ് കർത്താവിൻ്റെ പുനരാഗമനം. ഈ പ്രതീക്ഷയെ ഉറപ്പിക്കുന്നതാണ് മരണത്തിൽ നിന്നുമുള്ള കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. കർത്താവിൻ്റെ പുനരാഗമനത്തിൽ അവനായി കാത്തിരിക്കുന്ന നമുക്ക് 2 അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത്.
ഒന്ന്, നാം അവനോട് കൂടെ തേജസ്സിൽ ആയിത്തീരും. 2, നാം അവനോട് സദൃശ്യർ ആയിത്തീരും. 1 യോഹന്നാൻ 3:2 1 കൊരിന്ത്യർ 15:14 പൗലോസ് പറയുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:20 റോമ കൈസരുടെ മുദ്ര വെച്ച കല്ലറയ്ക്കോ റോമൻ പടയാളികൾക്കോ അവനെ കല്ലറയിൽ തളച്ചിടുവാൻ കഴിഞ്ഞില്ല. അവൻ ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. ഇനി അധിക താമസം എന്നിയെ അവൻ തേജസ്സിൽ വെളിപ്പെടും. അതേ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ സ്വർഗത്തിൽ പിതാവിനോടുകൂടി ആയിരിക്കുന്നവൻ അധിക താമസമെന്നിയെ തേജസ്സിൽ വെളിപ്പെടും. അവൻ വീണ്ടും വരും, സംശയമില്ല. അവൻ്റെ പുനരാഗമനത്തിനായി നമുക്ക് പ്രതീക്ഷയോടെ ഈ നാളുകളിൽ കാത്തിരിക്കാം. കർത്താവേ, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയവനായ കർത്താവ് വീണ്ടും വരുമ്പോൾ നിന്നെ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിൽ കാണപ്പെടുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. വിശുദ്ധ ജീവിതം നയിക്കുവാൻ എന്നെ പ്രാപ്തയാക്കി തീർക്കണേ. തേജസ്സിൻ വാടാമൂടി ചൂടുവാൻ എന്നെ യോഗ്യയാക്കി തീർക്കണേ. എന്റെ കളങ്കമെല്ലാം മാറിടാം. നിത്യജീവനായി ഞാൻ ഒരുങ്ങുവാൻ. എന്റെ കളങ്കമെല്ലാം മാറിടാം. നിത്യജീവനായി ഞാൻ ഒരുങ്ങുവാൻ. എന്നിൽ നീ നിറയണേ. യേശുനാഥാ, അങ്ങേ വരവിൽ